in my understanding and my experience, ഇപ്പോൾ നമ്മൾ ദേവി എന്ന് വിളിക്കുന്നു, ദേവി എന്നൊരു പേരിൽ പറയുന്നത് ഇസ് എ ഫെമിനിൻ ഫോം ഓഫ് എനർജി. അതിനൊരു പർട്ടിക്കുലർ ഭാവമുണ്ട്, ഒരു സ്വഭാവമുണ്ട്, ആൻഡ് അതൊരു പ്രസൻസ് ആണ്, ഒരു സാന്നിധ്യമാണ്. ഓക്കെ, ഇത്രയും പിടിയിട്ടില്ല. ഞാൻ ചേച്ചിനെ പഠിപ്പിക്കാൻ ആരുണ്ട്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. എനിക്കൊന്നും അറിയില്ല. ഞാനിപ്പോൾ ഒരു തന്ത്രകഥ കേൾക്കുന്ന പോലെ, പഞ്ചതന്ത്ര കഥകളൊക്കെ കേൾക്കുന്ന പോലെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. So everything is energy. In my understanding, everything is energy. Only thing, you are one particular frequency, I am one particular frequency. പക്ഷേ നമ്മൾ അതിനെ ഒന്ന് വേറൊരു ലെൻസിൽ കൂടി ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഡിഫറൻസ് എന്ന് പറയുന്നൊരു സാധനം ഇല്ല. ഓക്കെ, ഈ ഫ്രീക്വൻസിയുടെ ഏതോ ഒരറ്റത്ത് നിന്ന് അടുത്ത ഫ്രീക്വൻസി സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിലും അവിടെ മൂവ്മെൻ്റ് ആണ്. ഇൻ മൈ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് മൂവ്മെൻറ്റ്, ആ ഫോഴ്സാണ്, ആ ഫോഴ്സിൻ്റെ ഇപ്പോൾ ഒരു നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ശക്തി. ദാറ്റ് മൂവ്മെൻറ്റ് ഇസ് ക്രിയേറ്റീവ്. ആ ക്രിയേറ്റീവ് ഫോഴ്സാണ് ദേവി. ആൻഡ് ഷീ ഇസ് മാനിഫെസ്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. സോ ദാറ്റ് ഇസ് ഹെർ, ആൻഡ് ദാറ്റ് ഇസ് മീ, ആൻഡ് ദാറ്റ് ഇസ് യു, ആൻഡ് ദാറ്റ് ഇസ് എവരി വൺ ഇൻ ദിസ് റൂം. അത് കറക്റ്റാ, അതെല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളതല്ലേ കറക്റ്റ്, അത് ഒറിജിനാണ്. അത് എനിക്ക് ഒറിജിനൽ ഹൗ ജുവൽ ഗോട്ട് ഇറ്റ് അത്ര അതാ ഇത്രയും പറയണം എന്നുണ്ടെങ്കിൽ ഇല്ല. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ സെയിം എനർജി ടോട്ട് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷെ അതാണ് പഞ്ചതന്ത്ര കഥ കേൾക്കുന്ന ലൈക്ക് ഷീ ഓൺലി ടോട്ട് മീ. ഹൗ വാട്ട് വാസ് യുവർ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഹൗ യു കെയിം ടു നോ ദാറ്റ്? അത് എനിക്കത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ആക്ച്വലി. പക്ഷെ അത് പറയാൻ പറ്റില്ല മോളെ. ഇപ്പൊ തന്നെ പറഞ്ഞു I have my own frequency and you will be having a different frequency. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കേൾക്കുന്ന പ്രേക്ഷകർ കുറേ പേരുണ്ടാവും. ഇപ്പം ലെന വന്നതിന് ശേഷം നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് ആയോന്ന് തന്നെ എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഫാക്റ്റ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. പക്ഷേ എൻ്റെ ക്യൂരിയോസിറ്റി ആസ് എ പഞ്ചതന്ത്രകഥ, ലെന പറഞ്ഞപ്പോഴും ഞാൻ അതിൻ്റെ രീതിയിൽ തന്നെയാണ് എടുത്തത്. എനിക്ക് അതേപോലെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. കഥകൾ കേൾക്കാനും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സംഭവം ലൈക്ക് മണിച്ചിത്രത്താഴ് നമ്മുടെ സിനിമ പോലെ. അപ്പോൾ ഇപ്പം ജ്വലിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ത്രൂ ദാറ്റ് ഡിവൈൻ സ്റ്റാർട്ടിങ്? അല്ല, ഇത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് എനിക്ക് തോന്നുന്നത് മേ ബി ആസ് എ ചൈൽഡ് ഇറ്റ് സെൽഫ് ഐ വാസ് വെരി മച്ച് ഡ്രോൺ ഇൻ ടു നേച്ചർ. ഞാൻ ഭയങ്കരമായിട്ട് അന്നും ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തിനൊക്കെ ഭയങ്കര പ്രത്യേകത. FSCT എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതിൻ്റെ ടൗൺഷിപ്പിലാണ് ഞാൻ ജനിച്ചു വളർന്നത്, കൊച്ചിയിൽ. അത് വലിയൊരു കാടാണ്, ബേസിക്കലി അതൊരു വലിയ കാടാണ്. അതിൻ്റെ ഉള്ളിലാണ് പണ്ട് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ അവിടെ ജീവിക്കുമ്പോൾ ഞാനിതുപോലെ ഈ മരത്തിൻ്റെ വീട്ടിലൊക്കെ പോയിരിക്കുക, തന്നെ നടക്കണ ഒരാളാണ് ഞാൻ എപ്പോഴും. തന്നെ വർത്താനം പറയുക, തന്നെ ചിന്തിക്കുക. സംവെയർ ഐ വാസ് ഓൾവേസ് കണക്റ്റഡ് ടു നേച്ചർ ലൈക്ക് ദാറ്റ്. ആൻഡ് ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഈസ് ദ മോസ്റ്റ് ആക്റ്റീവ് ഫോം ഓഫ് ദിസ് ഫെമിനിൻ എനർജി. സോ അന്നേ നമുക്കങ്ങനെ ഒരു കണക്റ്റ് ഉണ്ട്. ബട്ട് ലേറ്റർ ഇൻ ലൈഫ്, പക്ഷെ അത് അന്ന് അറിയുന്നില്ലല്ലോ, അന്ന് അറിയുന്നില്ല. ബട്ട് ഐ വാസ് കണക്റ്റഡ്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ അന്നും കണക്റ്റഡ് ആയിരുന്നു. സോൾ ഈസ് കണക്റ്റഡ്, ബട്ട് ആസ് എ പേഴ്സൺ നമ്മൾ അന്ന് ബോധപൂർവ്വം ഞാൻ പഠിച്ചിട്ടില്ല. ബട്ട് ലേറ്റർ ഇൻ മൈ ലൈഫ്, ഇപ്പം ചീച്ചി നേരത്തെ പറഞ്ഞൊരു ആസ്പെക്ട് ഇസ് ലൈക്ക് ലേണിംഗ് എവറിഥിങ് ആസ് എ സ്റ്റോറി. ബട്ട് ഫോർ മീ എനി മിത്ത് ഓർ എനി കഥ ഇസ് ബേസിക്കലി വൺ പർട്ടിക്കുലർ തത്വം being masked as a kada so that normal people will understand. I started learning the principles. തത്വം മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഞാൻ തത്വത്തെക്കാളും കഥകളിൽ വിശ്വസിക്കാം. ബിക്കോസ് എൻ്റെ ഉള്ളിൽ കയറാൻ എളുപ്പമാണ്. പർപ്പസ് നടക്കുന്നില്ല, കഥ പറയുന്നത് തന്നെ ആ തത്വം മനുഷ്യർ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി. പക്ഷെ ഞാൻ ചോദിച്ചത് എന്റെ തിരിച്ചറിവ് എവിടെയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഗുഡ് എക്സ്പീരിയൻസ് ദാറ്റ് യു കേം ടു റിയലൈസ് ദാറ്റ്. അതൊന്നും ഗുഡ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നൊന്നുമില്ല. ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആ തിരിച്ചറിവ് എപ്പോഴാണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് വൺ പർട്ടിക്കുലർ പോയിന്റ് ജിജി. എന്നാലും ഒരു പോയിന്റ് പറഞ്ഞാൽ മതി. ഈവൻ ദോ യു ഹാവ് ഗുഡ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്, ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയില്ലേ. Maybe there was one time when I did one 21-day ആയുർവേദ ട്രീറ്റ്മെന്റ്. അങ്ങനെ ഒരു പരിപാടി ചെയ്തു. അതിൻ്റെ ആദ്യത്തെ ഹാഫ് ഫുൾ ക്ലാരിറ്റി ഇല്ലായ്മയായിരുന്നു. എൻ്റെ മൈൻഡ് വാസ് വെരി distracted. In the middle I got my periods, and after that something changed. And I started to receive information through my phone and everything. I don't know how it was coming to me, but it was like സിലബസ് ഇങ്ങനെ സെറ്റ് ചെയ്ത മാതിരി എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന പല സാധനങ്ങളും പൊളിക്കപ്പെട്ടു.
new information came in, and I started researching. അത് അങ്ങനെ ഒരു ട്രാക്കിൽ പോയി. പിന്നെ ഒരു 4 വർഷം ശരിക്കും പറഞ്ഞാൽ ഷീ ഓൺലി ടോട്ട് മീ. ഞാനായിട്ടൊന്നും പോയി പഠിച്ചതല്ല, ഞാൻ എവിടെ ഒന്നും അന്വേഷിച്ച് പോയിട്ടില്ല. നേച്ചർ നമ്മളെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോയി പഠിപ്പിച്ചു എന്നൊക്കെ വേണമെങ്കിൽ കഥ പോലെ പറയാം. ബട്ട് ഇറ്റ് ഈസ് സംവെയർ കമ്മിങ് ഇൻ ടു ദി അലൈൻമെൻറ്റ് വിത്ത് യുവർ ഓൺ പർപ്പസ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഫസ്റ്റ് 4 years വാസ് ലൈക്ക് ദാറ്റ്. ദാറ്റ് വാസ് ദ ഇനിഷ്യേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ഓൺലി ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ്. 4 years എങ്ങനെ ഇനിഷ്യേഷൻ ആയെന്ന് മനസ്സിലായി? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി എനർജറ്റിക്സ് പറയുമ്പോഴത്തേനും ഫോർ മീ ഇപ്പം നമ്മൾ പറയും ബയോളജിക്കലി ഒരു സ്ത്രീയായിട്ട് ജനിക്കുമ്പോൾ സ്ത്രീയുടെ എനർജി എന്നുള്ളത്. നോ, ഫോർ മീ ഇൻ മൈ അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ ഇസ് ഫ്ലൂയിഡ്. ബോത്ത് ഓഫ് ഇറ്റ് ഇസ് ഇൻ എവ്രി സിംഗിൾ തിങ്. എല്ലാത്തിലും രണ്ടുമുണ്ട്. അതിലേത് പ്രോമിനൻസിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല മനുഷ്യരും ഇപ്പോൾ ജനിക്കുമ്പോൾ പുരുഷനായിട്ട് ജനിച്ചാലും സ്ത്രീയുടെ സ്വഭാവം വരുന്നത് വെച്ചാൽ അവൻ്റെ ഉള്ളിലുള്ള എനർജറ്റിക് ഫ്ലോ അതാണ്. അപ്പോൾ സെയിം വേ ഐ അണ്ടർസ്റ്റുഡ് ബോത്ത് ഓഫ് ദീസ് ഫ്ലോസ്. അത് രണ്ടും എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് മനസ്സിലായി. നമുക്ക് എക്സ്പീരിയൻസസ് ആൻഡ് കോ എക്സിസ്റ്റൻസ് ആയി. പിന്നെ സ്ലോലി എനിക്കിപ്പം സംസാരിക്കുമ്പോൾ തന്നെയും ജുവലിൻ്റെ എക്സ്പീരിയൻസ് ഇസ് സംതർ ഹിഡൻ, എന്നിട്ട് അങ്ങ് എക്സ്പോസ് ചെയ്യുക. സോ ഐ എം നോട്ട് ഗെറ്റിംഗ് ദ പോയിന്റ് വാട്ട് തിരിച്ചറിവ് എന്നൊക്കെ നമ്മൾ പറയും. അത് ഒന്നാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ട് പെർട്ടിക്കുലർ കാര്യങ്ങൾ പറയാത്തതിനൊരു റീസൺ ഉണ്ട്. പാത്രം അറിഞ്ഞ് വിളമ്പണം എന്ന് പറയും. എന്നെ ചേച്ചിനെ മാത്രമല്ല, നോട്ട് ഫോർ യു. എന്നെ കേൾക്കുന്ന മനുഷ്യരിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ദം ടു ഇമിറ്റേറ്റ് വാട്ട് ഹാപ്പൻ ടു മീ. അവരുടെ ലൈഫിൽ അവർ നിൽക്കുന്ന സ്പേസിനെ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ ചിലപ്പോൾ അതിലേക്ക് എത്താറായിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ട്രാക്കിൽ നിങ്ങൾ എവിടെയോ നിൽക്കണ ഒരാളാണ്. ഞാൻ എത്തിയിടത്തേക്ക് നിങ്ങളെ വലിച്ചിട്ടിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? ഇറ്റ് വിൽ ഓൺലി ബ്രിങ് കെയോസ് ടു യുവർ മൈൻഡ്. ദാറ്റ്സ് വൈ ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് എവറിത്തിങ്. ഐ എം ജസ്റ്റ് ഷോയിങ് വാട്ട് ഈസ് ദെയർ. അത് മതി. അത് ഉണ്ടെന്നുള്ളത് എൻ്റെ തിരിച്ചറിവ്. ഞാൻ പറയണു, മനസ്സിലാവണില്ലെങ്കിൽ വിട്ടേക്ക്. ഇതിനൊന്നും പറയാൻ നടക്കേണ്ട ഒരു കാര്യമില്ല. ബേസിക്കലി നെവർ ചേസ് ചെയ്യരുത്. ചേസ് ചെയ്യണ്ട. നമ്മൾ അങ്ങനെ അതിന് വിധിക്കപ്പെട്ടതാണെങ്കിൽ വിൽ ഗോ ലൈക്ക് ദിസ്. ടു റിലാക്സ് ആൻഡ് റിസീവ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് തിങ് ടു ഡു. പേഷ്യൻസ്. അതിന് നല്ല ക്ഷമ വേണം. അതിന് നമുക്ക് ഇരിക്കാൻ പറ്റണം. നമ്മൾ ഇരിക്കുമ്പോൾ എല്ലാ സാധനവും നമ്മുടെ അടുത്തേക്ക് വരും. ദാറ്റ്സ് ഹൗ യു ഷുഡ് പ്രോപ്പർലി അട്രാക്ട് വാട്ട് യു വാണ്ട് എന്നല്ല, അട്രാക്ട് വാട്ട് ഈസ് സപ്പോസ് ടു കം. അതിന് നമ്മൾ ആദ്യം ഫോർ ദാറ്റ് ഇൻഡിവിജ്വൽ. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. എന്താണ് എങ്ങനെയാണ്, ബിക്കോസ് ദെൻ മെനി വിൽ ഗോ ദ സെയിം വേ. അപ്പോൾ അവരുടെ ലൈഫ് പാത്തിനെ ഞാൻ ഡിസ്റപ്റ്റ് ചെയ്യുക. അത് മനസ്സിലായി. ബിക്കോസ് അത് ഐ ട്രൂലി എഗ്രി. കാര്യം എന്താ ജുവൽ പറയുന്ന പോലെ എല്ലാവർക്കും പല പല എക്സ്പീരിയൻസ് ആണ്. തന്നെ ഒരാൾക്ക് വരണമെന്നില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞല്ലേ, ഞാൻ എൻ്റെ പ്രേക്ഷകരോട് തന്നെ പറയാം, എല്ലാവരും ഈ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഡിവൈൻ പവറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു നല്ല എനർജിയെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണിത്. എല്ലാവർക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ എക്സ്പീരിയൻസാണ്. പക്ഷേ ആ ഒരു ഡിവൈനിനെ കുറിച്ചും ആ പവറിനെ കുറിച്ചും ഒക്കെ ഇപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം മാത്രം ഞാൻ ആഡ് ചെയ്ത് പറയാം. ഇപ്പം ആനി ചേച്ചി പറഞ്ഞപ്പോൾ അത് പുറത്തുള്ള എന്തോ ആയിട്ടല്ലേ പറഞ്ഞത്? അല്ല, നമ്മുടെ ആക്ച്വലി there is no division. ലോകത്തിലെ ഏറ്റവും വലിയ നുണ എന്ന് പറയുന്നത് is the lie of division. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞറിയാം മോളെ? ബിക്കോസ് നമ്മളെല്ലാവരും പഞ്ചതന്ത്ര കഥകളിൽ ഡിപ്പെൻഡഡ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഒരു കഥകളിൽ കൂടിയായിരിക്കാം. അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം ഈ ജുവൽ പറയുന്ന പോലെ ആ ഒരു ലെവലിലേക്ക് ചിലപ്പോൾ ഞാനല്ലായിരിക്കാം, ചിലപ്പോൾ പറഞ്ഞതാട്ടോ. ചിലപ്പോൾ ഞാൻ ആ ലെവലിൽ ഐ ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദ കറക്റ്റ് വേ. ആ ലെവലിലല്ലായിരിക്കും ഞാൻ. മേ ബി അതുകൊണ്ടായിരിക്കും എനിക്കത് മനസ്സിലാവാതെ പോകുന്നത്. ചിലപ്പം കേൾക്കുന്നവർക്ക് ചിലപ്പം ഈ പഞ്ചതന്ത്ര കഥ പോലെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സ്പോട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കിട്ടരുതെന്നാണ് എനിക്ക്. കിട്ടരുത്, സോറി, ഞാൻ ജീവനായിട്ട് ഒന്നും ചെയ്യില്ല. ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടുന്ന സംതിങ് ഗ്രേറ്റ്. നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് സ്ട്രഗിൾ ഉണ്ട്, കുറച്ചൊരു പേഷ്യൻസ് വേണം. ഇതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഭഗവാനെ എത്താൻ പറ്റില്ല. നമ്മൾ എന്താണെന്ന് അറിയാൻ പറ്റില്ല. അതറിയാൻ ആഗ്രഹവും ആകാംക്ഷയും ഉള്ളവർക്ക് ശ്രമിക്കാം. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഐ ട്രൂലി ഡു. എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് ഭയങ്കരമായിട്ട്
എഴുത്ത് ലെന അങ്ങനെ പറഞ്ഞു പണ്ടേ ഞാൻ ഇങ്ങനെ എഴുത്തും പരിപാടിയൊക്കെ ഉണ്ട്. എക്സ്പീരിയൻസസ് വരുമ്പോൾ നമുക്കത് ഞാൻ കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആയി. ബേസിക്കലി ഐ സ്റ്റാർട്ടഡ് ടു ടോക്ക് മോർ സംസാരിക്കുന്നില്ല. അല്ലല്ല പണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഒരു 10 years ബാക്കിൽ ആ തുടക്ക സമയത്തുള്ള ഞാൻ ഇന്റേണലി ഐ വാസ് വെരി റിസർവ്ഡ്. എനിക്ക് കുറച്ച് ഭയമായിരുന്നു, എനിക്ക് എല്ലാ മനുഷ്യരും തന്നെ പേടിയായിരുന്നു. അപ്പോൾ കുറച്ച് മാസ്ക് ചെയ്തിട്ട് ആ ചിരിച്ചൊക്കെ നിൽക്കണ്ടെന്നുള്ളൂ, എനിക്ക് എല്ലാവരും തന്നെ പേടിയായിരുന്നു കൊണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു മനുഷ്യനെയും പേടിയില്ല. ലോകത്ത് ആപ്പാടെ എനിക്ക് എന്നെ മാത്രം പേടിയില്ല. ആരും എനിക്ക് പേടിയില്ല, ഒന്നിനെയും പേടിയില്ല. അപ്പൊ കുഞ്ഞുനാൾ പോലെ എഴുത്ത് അങ്ങനൊന്നുമില്ല? എഴുത്തുണ്ട്, ആരെ കാണിക്കൊന്നുമില്ല. ഇപ്പോഴും എഴുത്തും പരിപാടിയൊക്കെ ത്രൂ യുവർ എക്സ്പീരിയൻസ് അത് എഴുതാൻ തോന്നുന്നുണ്ട്? അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയട്ടെ, ലെന പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് ബയോഗ്രാഫി പോലെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതേപോലെ വല്ല മേ ബി ഇൻ ഫ്യൂച്ചർ, ബട്ട് നോട്ട് നൗ. ഞാൻ എവിടെ എത്തിയിട്ടില്ല. ഈ എഴുത്ത് എന്ത് ജോണറാണ്? എനിക്കറിയാൻ പാടില്ല. ഞാൻ പണ്ടൊക്കെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ടീച്ചറിനോട് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്. അന്നൊക്കെ ബുദ്ധി എവിടെ നിന്ന് വന്നെന്ന് അറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കഥകളൊക്കെ എൻ്റെ ചുറ്റിനും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ആൻഡ് ഐ എം ജസ്റ്റ് എ മീഡിയം ത്രൂ വിച്ച് ദ കഥ ഈസ് കമ്മിങ് ഇൻ ടു ദ പേപ്പർ എന്നുള്ളത്. ചെറിയ കൊച്ചായിരിക്കുമ്പോൾ പറഞ്ഞാട്ട് ഇതിങ്ങനെ കറങ്ങി നടക്കുകയാണ്, എൻ്റെ ഉള്ളിൽ കൂടെ വരികയാണെന്നൊക്കെ. ഇപ്പോഴും എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. സംവെയർ സംതിങ് ഈസ് സപ്പോസ് ടു ബി ടോൾഡ് ആൻഡ് ഐ എം ജസ്റ്റ് എ മീഡിയം. എനിക്ക് ശരിക്കും എന്ത് തോന്നുന്നറിയോ, ഇത് അല്ല ദൈവമേ, ഞാനൊക്കെ എന്താ പറയാ ഒന്നുമല്ല ശരിക്കും. അല്ലെങ്കിലും നമ്മളൊന്നും കമ്പയർ ടു എനിവൺ.